എന്തായി കാണിക്കുന്നത്? ദൈവവിധി. ഈ കുടുംബത്തിന്റെ അഭിമാനം കാക്കേണ്ടതേ അമ്മയുടെ ഉത്തരവാദിത്വമാ. അതെനിക്ക് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ കുടുംബദേവതകളുടെ ശാപമേറ്റു മുടിയും ഈ അമരാവതി. ആരോ ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങി നീ കെട്ടിയ താലി ഇവക്ക് ആക്രിക്കാരന് കൊടുക്കേണ്ടി വന്നു. എന്തിനാ? നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? അതെ, സുപ്രിയയുടെ ഫോട്ടോ തിരികെ വാങ്ങാനല്ലേ ഇവക്ക് ആ താലിമാല നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. നഷ്ടപ്പെട്ട താലിക്ക് പകരം പുതിയ താലിമാല നീ അവൾക്ക് കെട്ടിക്കൊടുത്തേ പറ്റൂ. അമ്മേ, എന്നെ നിർബന്ധിക്കരുത്. എനിക്കിതിന് സാധിക്കില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. സുപ്രിയയുടെ ഫോട്ടോ നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാ ഇവൾ ആ ത്യാഗത്തിന് തയ്യാറായത്. ത്യാഗം കണ്ടില്ലേ? അമ്പലത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ കിടന്ന താലി ഇവളെടുത്ത് കെട്ടി. എന്തുകൊണ്ട്? നമ്മളെ പറ്റിക്കാൻ വേണ്ടി. അല്ലാതെന്താ? അങ്ങനെ പറയരുത് മോനെ. പുരുഷൻ കഴുത്തിൽ അണിയിക്കുന്ന താലിയാ പെണ്ണിന്റെ ജീവിതം. അതൊക്കെ പണ്ട്. ഇപ്പൊ കാലം മാറി. കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ ഡിവോഴ്സ് ചെയ്യുന്നവരുടെ കാലമായത്. അയ്യോ, ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ താലിയുടെ മഹത്വം ഇങ്ങനെ അറിയൂ. പക്ഷേ ജ്യോതി അങ്ങനെയല്ല. താലിയുടെ മാഹാത്മ്യം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നവളാ. ഇവള് പറയുന്ന കള്ളമെല്ലാം അമ്മ വിശ്വസിച്ചോ? ഹിറ്റ്ലർ, ഞാൻ കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദേ, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. ദേ, തീരുമാനം എന്റേതാ. അത് നീ അനുസരിച്ചേ പറ്റൂ. കൃഷ്ണ, മൈ ഡിയർ സൺ, ഈ താലിമാല ജ്യോതിമയുടെ കഴുത്തിൽ നീ കെട്ടണം. ഇല്ല, എനിക്ക് പറ്റില്ലമ്മേ. അമ്മ, ആരെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. മനസ്സറിഞ്ഞ് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. നിന്റെ ഈ മരമോന്തയ്ക്ക് നോക്കിയാണോ ഞാൻ മനസ്സറിഞ്ഞ് താലി കെട്ടേണ്ടത്? നടന്നത് തന്നെ. ഇഷ്ടമില്ലാത്തയാളെ നിർബന്ധിക്കുന്ന എന്തിനാ അമ്മേ? അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ അമ്മ തന്നെ കെട്ടിക്കൊടുത്താലും മതി. നാട്ടിൽ അങ്ങനെയും ചില പഴയ ചടങ്ങുകളുണ്ടല്ലോ. താരെ, പൂജാമുറിയിൽ വെച്ച് നീ എന്റെ തല്ലു വാങ്ങരുത്. എന്താ, അത് വേണോ? വേണ്ട. എന്നാ വായടച്ച് മിണ്ടാണ്ട് വന്നോണം. താര പറഞ്ഞാൽ എന്താ തെറ്റ്? അമ്മയ്ക്ക് ഇവളെ മരുമകളുടെ സ്ഥാനത്ത് ഇവിടെ നിർത്തിയേ തീരുമെങ്കിൽ അമ്മ തന്നെ ഈ ചടങ്ങ് ചെയ്താലും മതി. വെരി സിമ്പിൾ അല്ലേ മൈസൺ? എത്ര നിസ്സാരമായി നിനക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു മോനെ. അങ്ങനെ തോന്നിയതുപോലെ കഴുത്തിൽ അണിയാനുള്ളതാണോ താലി? മോനെ, ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയാ അമ്മ ഈ പറയുന്നത്. മോൻ അനുസരിച്ചേ പറ്റൂ. നിന്റെ കൈകൊണ്ട് ഈ താലി ഇവിടെ കഴുത്തി കെട്ടിക്കാമെന്ന് ഞാൻ എൻ്റെ ലിറ്റിൽ കണ്ണന് വാക്ക് കൊടുത്തതാ. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാന്റെ ശാപം എനിക്ക് കിട്ടട്ടെ. ഞാനിവിടെ വീണി ചത്താലും നിനക്കൊന്നുമില്ലെങ്കിൽ നീ താലി കെട്ടണ്ട. ഈ കണ്ണന്റെ മുന്നിൽ വീണ് കിടന്ന് മരിക്കട്ടെ ഞാൻ. അമ്മ, അമ്മ കരയണ്ട. ഞാൻ കേട്ടാം. പോലെ താലികെട്ട് എടുക്കണ കണ്ട.
കൃഷ്ണ. ഇതെനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വേണ്ടി മാത്രം. പക്ഷേ ഇതിന്റെ പേരിൽ എന്റെ നിലപാടുകളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സുപ്രിയയുടെ സ്ഥാനത്ത് ഞാൻ ഇവളെ ഒരിക്കലും അംഗീകരിക്കില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്. ടൈം, കാലം കാലം തീരുമാനിക്കും നിന്റെ ജീവിതത്തിൽ ഇവിടെ സ്ഥാനം എന്താണെന്ന്. നീ ഇപ്പൊ താലി കെട്ട്. അമ്മയല്ലേടാ കണ്ടാ പറയുന്നത്. കെട്ട്. കൃഷ്ണ വിചാരിപ്പാ. കൃഷ്ണ. അതെ, ഇനി ഈ സിന്ദൂരം ജ്യോതിമയുടെ നെറ്റിയിൽ അണിയിച്ചു കൊടുക്ക. പറയുന്ന കേക്കും മൈസൽ. ഇനി ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കും മോനെ.
ഇപ്പോഴാ നടന്നത്. എന്നെ കൊണ്ടിത് ചെയ്യിച്ചത് എന്റെ ലിറ്റിൽ കണ്ണനാ. ഇനി ഇവളെ ഉപേക്ഷിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലും ജ്യോതിയെ ഉപേക്ഷിക്കില്ലെന്ന് എന്റെ ലിറ്റിൽ കണ്ണന്റെ മുന്നിൽ വെച്ച് ഇപ്പോ നീ എനിക്ക് സത്യം ചെയ്തു തരണം. ഇവളെ എനിക്ക് മരുമകളായിട്ട് വേണം. എന്റെ കണ്ണടയുന്ന കാലം വരെ എന്റെ മരുമകളായി ഇവളെന്റെ കൂടെ ഉണ്ടാവണം. മോനെ, സത്യം ചെയ്ത് താ മോനെ. സത്യം ചെയ്യും മോനെ. ചെയ്തു താ. മോനെ, എന്റെ കണ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. നിന്നെയുണ്ടല്ലോ കൊല്ലുകയാ വേണ്ടത്. കഴുത്ത് വേദനിക്കും. എനിക്ക് ശ്വാസം മുട്ടുന്നു. എല്ലാം തൊലച്ചിലൂടി നീ അസത്തെ. എന്ത് പണിയാ മായച്ചി കാണിച്ചേ? DK ജ്യോതിയുടെ കഴുത്തെ താലി കെട്ടിയതിന് ഇവളെന്ത് പഴിച്ചു? ഇവള് മാത്രമാണ് കാരണം. ആരോടും ചോദിക്കാതെ ആ ഫോട്ടോ എടുത്ത് കളയാൻ ഇവളോട് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ ജ്യോതി താലി കൊടുത്ത് ചിത്രം വാങ്ങിയത്. ഇപ്പൊ പകരം DK താലിയും കെട്ടി. അതോടെ എല്ലാം പൂർണ്ണമായി. ഇവളുടെ ഐഡിയ ഇത്രയ്ക്ക് കുഴപ്പമാവുന്ന ഞങ്ങൾ കരുതിയില്ല. അവൾക്കിട്ടൊരു പണി അത്രേ വിചാരിച്ചുള്ളൂ. സോറി മായേച്ചി. ഇനി സോറി പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? എല്ലാം കൈവിട്ടു പോയില്ലേ? DKക്ക് വേദനിക്കുന്നതൊന്നും ചെയ്യരുതെന്ന് നിന്നോടൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞു. സുപ്രിയാന്റി എന്ന് വെച്ചാ DKക്ക് ഭ്രാന്ത. അവരോടുള്ള സ്നേഹത്തിന്റെ ഭ്രാന്ത്. അവര് മരിച്ചതായിട്ട് DK ഇനിയും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇവിടെ എല്ലായിടത്തും സുപ്രിയാന്റിയുടെ ചിത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം DK നിധി കാക്കുന്നത് പോലെയാ കാത്തു സൂക്ഷിക്കുന്നത്. അതിനിടയിലാ അവളുടെ ഒരു ഐഡിയ. എന്നിട്ടിപ്പൊ എന്തായി? DK അവളുടെ കഴുത്തിൽ പിന്നെയും താലി കെട്ടി. അതും അമ്മ പറഞ്ഞിട്ട്. ഇനി അവരെ തമ്മിൽ പിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ ആവുന്നു ഞാൻ വിചാരിച്ചോ? അവൾക്കെതിരെ നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും തോൽവിയാണല്ലോ മായജി. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. DK ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നതും ആ ഫോട്ടോ എടുത്ത് കളഞ്ഞതും അവള് തന്നെയാണെന്ന്. എന്തായാലും നമ്മളാണിത് ചെയ്തതെന്നും പുറത്താരും അറിയാൻ പോകുന്നില്ല. നമ്മളല്ല, നിങ്ങൾ മാത്രം. അയ്യോ, ഞങ്ങളല്ല, ഇവള് മാത്രം ഇതിന് ഉത്തരവാദി. എന്റെ സിത്താര വരേണ്ട സ്ഥാനത്ത് ആ ബേക്കറിക്കാരി വലിഞ്ഞു കയറി. പറ്റിപ്പോയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. കിട്ടി. നല്ല ഉഗ്രനൊരു ഐഡിയ. എന്താ മായച്ചി? മുറിക്കണം. എന്ത് മുറിക്കാൻ?
മനസ്സുകൾ മുറിക്കണം, ബന്ധങ്ങൾ മുറിക്കണം. അതിനുള്ള ആയുധം രാഗി മിനുക്കാൻ ഒരു സന്നാഹം തന്നെ വേണം. അതിന് കൂടെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് രണ്ടിനും? ആ, ഞങ്ങൾ എന്തിനു കൂടെ നിൽക്കാം അല്ല ചിത്ര? എങ്കിൽ തയ്യാറായിക്കോ. എന്തിന്? ഇനി വരുന്നത് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. 2 ദിവസം. അത് കഴിഞ്ഞാൽ നമുക്കത് ആഘോഷിക്കണം. പക്ഷെ മായച്ചി നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. പ്ലാൻ ചെയ്യണം. ആ ന്യൂ ഇയർ ആഘോഷം ജ്യോതിക്കുള്ള നമ്മുടെ യാത്രയയപ്പായി മാറണം. ഇതുവരെ ആരാലും അപമാനിക്കപ്പെട്ടിട്ടില്ലാത്തതുപോലെ അവരെ അപമാനിച്ചിറക്കി വിടണം. ആ അപമാനത്തിന്റെ തീയിൽ ജ്യോതി വെന്തെരിയണം. വെന്തെരിഞ്ഞ് വെണ്ണീറാകണം. താലിമാലയുടെ ഭംഗി കൂടുതൽ നോക്കണമെന്നില്ല. അധികം താമസിയാതെ അതിവിടെ അഴിച്ചു വെച്ചിട്ട് പോകേണ്ടതാ. അത് ഓർമ്മ വേണം. അതെനിക്കറിയാം. പിന്നെ എന്തിനാ കണ്ണാടി നോക്കി ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്നത്? താലിമാല ആദ്യമായിട്ടല്ലോ കാണുന്നത്. താലിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു താലി ആദ്യമായിട്ടാ കാണുന്നത്. സത്യത്തിൽ ഇതൊരു കോമഡി സ്കിറ്റ് പോലെയാ അല്ലേ ഹിറ്റ്ലർ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഓ. അതുകൊണ്ട് അധികം കിനാവ് കാണാൻ നിൽക്കണ്ട. കിനാവ് കാണാനോ? അതും നിങ്ങളെ കുറിച്ചോ? എന്റെ അമ്മോ, അതിനേക്കാൾ ഭേദം വല്ല കാട്ടുപോത്തിന്റെയും കുത്തുകൊണ്ട് ചാവുന്നതാ. അല്ല, ഒരു പെണ്ണിന് സ്വപ്നം കാണാനും മാത്രം നിങ്ങളിൽ ഇപ്പൊ എന്താ ഉള്ളേ? അയ്യോ, ഇങ്ങനെ കിടന്ന് അലറണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉറങ്ങാൻ പോകുന്ന സമയം വരെ ഈ കോട്ടിനകത്ത് ഇങ്ങനെ നടക്കുന്ന നിങ്ങളുടെ രൂപം ലോകത്ത് ഒരു പെണ്ണിനും ഇഷ്ടാവില്ല. സത്യത്തിൽ നിങ്ങൾക്ക് വട്ടുണ്ട്. നിങ്ങളെ അത്യാവശ്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാ ബെറ്റർ. ഭ്രാന്ത് ആർക്കാണെന്നേ നാട്ടുകാർക്കൊക്കെ അറിയാം. ഇതെന്താ സ്റ്റൂളിന്റെ പുറത്ത് കയറി നടക്കുവാണോ? ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കുറച്ച് പൊക്കം വെക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഹൈ ഹീൽ. പൊയ്ക്കാലി കയറിയാ നടത്തുമെങ്കിൽ അഹങ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. എവിടെയെങ്കിലും തട്ടി വീഴാതിരുന്നാ ഭാഗ്യം. ഹീലിട്ട് നടക്കുന്ന പെമ്പിള്ളേരെ എന്താ ആൾക്കാർക്ക് ഇഷ്ടമല്ലേ?